നമസ്കാരം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാക്കാത്ത ഒരു ഭാര്യയും ഭർത്താവും ഭൂമിയിലുണ്ടായിരിക്കില്ല. പണ്ടുള്ളവർ പറയും ഇണക്കമുള്ളിടത്തെ പിണക്കമുള്ളൂ എന്ന്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ രാവിലെ പിണങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് പിണക്കം മാറണമെന്ന് പറയും. അതൊക്കെ പണ്ട്. ഇപ്പോഴങ്ങനെയല്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണക്കങ്ങൾ ഉണ്ടാകുന്നു. ആ പിണക്കങ്ങൾ നീണ്ടുപോകുന്നു. ചില ബന്ധങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ വാക്കുകൾ കത്തി പോലെ പരസ്പരം മുറിക്കുന്നതായിരിക്കും. അപ്പോൾ ചിലർ തിരഞ്ഞെടുക്കുന്നത് മൗനമാണ്. കുറച്ച് ദിവസങ്ങൾ സംസാരിക്കാതെ അകലത്തിൽ നിന്ന് മനസ്സ് തണുപ്പിക്കാൻ ശ്രമിക്കും. സമയം കടന്നു പോകും. മുറിവുകൾ അകത്തേക്കോ പുറത്തേക്കോ മങ്ങും. പിന്നെ ഒരു ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ അവർ വീണ്ടും ചേർന്ന് നിൽക്കും. പക്ഷെ ആ മൗനം എല്ലായ്പ്പോഴും സമാധാനം കൊണ്ടുവരണമെന്നില്ല. ചിലപ്പോഴത് വെറും മറവിയാണ്. പറയാതെ അടച്ചുവെച്ച വേദനകൾ, പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ, വീണ്ടും ഒരിക്കൽ തലപൊക്കാൻ കാത്തിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങളിൽ വഴക്കുകൾ വീണ്ടും വരുന്നത് അത്ഭുതമല്ല. എന്നാൽ യഥാർത്ഥ സ്നേഹം വേറൊരു വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. വഴക്കിന് ശേഷം മൗനം പാലിക്കാം, മനസ്സ് ശാന്തമാകട്ടെ. പക്ഷെ അതിനുശേഷം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ തെറ്റെന്തായിരുന്നു? എവിടെ നിന്നാണ് മാറ്റത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്? നല്ല ബന്ധങ്ങൾക്കിടയിൽ മറ്റുള്ളവരുടെ കടന്നുവരവിലാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അത് സ്ത്രീകളുടെയും പുരുഷൻ്റെയും സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. അപ്പോഴവിടെ സംശയമായി, പരാതികളായി, പരിഭവങ്ങളായി, ഒടുവിൽ പിണക്കങ്ങളിലേക്ക് വഴുതി വീഴുന്നു. അവിടെയും വില്ലൻ മൂന്നാമനായിരിക്കും. ദേഹോപദ്രവങ്ങളെക്കാൾ മുറിവായിരിക്കും ചില കുത്തുവാക്കുകൾക്ക്. രാവിലെ 8 മണിക്ക് വണ്ടിയും എടുത്ത് പോയി വെയിലും കൊണ്ട് നടുവൊടിഞ്ഞ് പണിയെടുത്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അവസാനത്തെ 100 രൂപ വരെ പലചരക്ക് കടയിലും വട്ടിപ്പലിശക്കാരനും ഒക്കെ കൊടുത്ത് തീർത്തിട്ട് വിയർത്ത് നാറി വീടിൽ എൻ്റെ ഉമ്മറത്ത് കയറി വരുമ്പോൾ മുന്നിൽ നിന്ന് ഭാര്യയുടെ ഒരു മാസ് ചോദ്യമുണ്ട്. ഇത്രയും കാലം പണിക്ക് പോയിട്ട് നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് കോപ്പാണുണ്ടാക്കിയതെന്ന്. ഈ ഒരൊറ്റ ചോദ്യം കേൾക്കുമ്പോൾ ആണുങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ആത്മഹത്യാ പ്രവണതയുണ്ടല്ലോ, ലോകത്തൊരു മെഡിക്കൽ സയൻസിനും അത് അടക്കാൻ പറ്റില്ല. വീട്ടുവാടക, കറണ്ട് ബിൽ, പിള്ളേരുടെ ഫീസ്, സ്വർണ്ണപ്പണയം, ഗ്യാസ് സിലിണ്ടർ, ഇങ്ങനെ പോകുന്നു. ഇതിനിടയിൽ ഭാര്യയ്ക്ക് ഇടാനുള്ള കുർത്തയും വാങ്ങിക്കൊടുത്ത് സ്വന്തമായിട്ട് നല്ല ഒരു അടിവസ്ത്രം പോലും വാങ്ങാൻ ഗതിയില്ലാതെ നടക്കുന്നവനാണ് ഈ നാട്ടിലെ ഒട്ടുമിക്ക സാധാരണക്കാരനായ ഭർത്താക്കന്മാരും. ശമ്പളം അക്കൗണ്ടിൽ വന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പല വഴിക്കായി പറന്നു പോയിട്ടുണ്ടാകും. എന്നിട്ടാണ് മാസാവസാനം സുപ്രീം കോടതിയിലെ ഈ വിസ്താരം. ഇത്രയും കാലം ഉണ്ടാക്കിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് പലിശയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നാണോ പല ഭാര്യമാരുടെയും വിചാരം? ഭർത്താക്കന്മാർ വാങ്ങിക്കൊണ്ട് വരുന്ന അരിയും സാധനങ്ങളും വച്ച് 3 നേരം വയറ് നിറയെ തട്ടിവിട്ടിട്ട് അവസാനം കാശൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ പാവം ആണുങ്ങൾക്ക് എന്തു പറയാനാണ്? ഞാൻ ആ കാശ് കൊണ്ട് ദുബായിൽ ഒരു ബുർജ് ഖലീഫ പണിത് വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് മാറാം എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ തോന്നും. പല ആണുങ്ങളും അവരുടെ സ്വന്തം ഇഷ്ടങ്ങളും കൂട്ടുകെട്ടുകളും യാത്രകളുമൊക്കെ മാറ്റിവെച്ചാണ് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടൊരു കുടുംബം കൊണ്ടുപോകുന്നത്. എല്ലാം അവൾക്കും പിള്ളേർക്കും വേണ്ടി ചിലവാക്കിയിട്ടും അവസാനം ഒരു നല്ല വാക്ക് പോലുമില്ലാതെ, ഒരു വിലയുമില്ലാതെ ഈ വക ചോദ്യം കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു നിരാശ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഇങ്ങനെയുള്ള ഡയലോഗുകൾ വരുമ്പോൾ ക്ഷമയില്ലാത്ത ഭർത്താവാണെങ്കിൽ അത് അടിയിലേ തീരൂ. എന്നാൽ ഇവിടെ മൗനമാണ് ഏറ്റവും നല്ല മരുന്ന്. 2 കൈയും കൊണ്ട് കൊട്ടിയെങ്കിലേ ശബ്ദമുണ്ടാകൂ. മൗനം പ്രശ്നങ്ങൾക്കൊരിടവേള മാത്രമാണ്, പരിഹാരമല്ല. പരിഹാരം വരുന്നത് സത്യസന്ധമായ പരസ്പര സംഭാഷണത്തിലൂടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെയും മാറ്റത്തിന് തയ്യാറാകുന്നതിലൂടെയുമാണ്. അതുകൊണ്ട് കൊച്ചു കൊച്ചു പിണക്കങ്ങളും വഴക്കുകളുമൊക്കെ വഴിയിൽ ഉപേക്ഷിക്കുക. പരാതിയും പരിഭവങ്ങളും ഒപ്പം ആവശ്യമില്ലാത്ത ശകാരങ്ങളും ഒഴിവാക്കുക. നല്ല സുഹൃത്തുക്കളായി ദാമ്പത്യ ജീവിതം കൊണ്ടുപോവുക. ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഭാര്യയുടെ കരുത്ത് ഭർത്താവിനും ഭർത്താവിൻ്റെ കരുത്ത് ഭാര്യയുമാണ്.